മറ്റൊരു ഇമ്പോർട്ടൻറ്റ് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഡിബേറ്റ്. ഇന്നൊരു ടോപ്പിക്കിൽ നിങ്ങളുടെ സ്കൂളിൽ ഡിബേറ്റ് നടന്നു. അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് 4 പോയിന്റ്സ് എഴുതാൻ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഡിജിറ്റൽ ക്ലാസ്സസ് ആർ സുപ്പീരിയർ ടു റെഗുലർ എഡ്യൂക്കേഷൻ. റെഗുലർ എഡ്യൂക്കേഷനേക്കാളും നല്ലത് നമ്മുടെ ഇപ്പോൾ ഓൺലൈൻ ആയിട്ടുള്ള ഈ ക്ലാസ്സസ് ഒക്കെയാണ്. നമ്മുടെ ക്ലാസ് നല്ലതാണെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് 4 ആയിട്ടും എഗെയിൻസ്റ്റ് ആയിട്ടും. 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സപ്പോർട്ടിംഗ് ആയിട്ട്. ഇവിടെ നമുക്ക് നല്ല രീതിയിൽ 4 മാർക്ക് വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് നമുക്കൊരു ക്ലിയർ ഐഡിയ കിട്ടിയാൽ മതി. നല്ല രീതിയിൽ ഒരു 4 പോയിന്റ്സ് അങ്ങോട്ടേക്ക് എഴുതാം. അതായത് ഡിജിറ്റൽ ക്ലാസ്സസ് എന്ന് പറയുന്നത് ആർ ഫീസ്റ്റ് വൺസ് ഐ, ഇറ്റ് ഈസ് വെരി അപ്പീലിംഗ് ആൻഡ് ഇൻട്രസ്റ്റിംഗ്. പിന്നെ എന്താണ്, ഡിജിറ്റൽ ക്ലാസ്സസിൽ നമുക്ക് ക്ലാസ് എല്ലാം റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളപ്പോഴെല്ലാം ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നൊക്കെ പറഞ്ഞ് നല്ല പോയിന്റ്സ് എഴുതിയാൽ മാത്രം മതി. ഒരുപാട് മിസ്റ്റേക്സ് ഒന്നും വരുത്താതെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കോംപ്ലക്സ് ആക്കി എഴുതുന്നതിനേക്കാളും സിമ്പിളായിട്ട് സിമ്പിൾ പോയിന്റ്സ് എഴുതിയാലും മതി. 4 പോയിന്റ് എഴുതുക. 4 എന്ന് കൊടുത്ത് അണ്ടർലൈൻ ചെയ്യുക, എഗെയിൻസ്റ്റ് എന്ന് കൊടുത്തു അണ്ടർലൈൻ ചെയ്തിട്ട് വേണം ഇത് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, എഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡീമെറിറ്റ്സ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ലിമിറ്റേഷൻസ് ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതിയാൽ നമുക്ക് അവിടെ 4 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഇൻ്റർവ്യൂ ഇത്തവണ മോഡൽ എക്സാമിനും ചോദിച്ചിരുന്നു അല്ലേ. ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ അയാളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമ്മൾ നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളതാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയിട്ട് നല്ല ക്വസ്റ്റ്യൻസിൻ്റെ ആ ഒരു രീതി ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്കൊരു ഇൻ്റർവ്യൂവിൽ ആഡ് ചെയ്യാവുന്നതാണ്. അതിപ്പോൾ നമുക്ക് ടോപ്പിക്ക് തരുന്നതനുസരിച്ച് വേണോട്ട് നിങ്ങൾ ആഡ് ചെയ്യാൻ. പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് നോക്കി പോകാം. വാട്ട് ഈസ് ദ ടേണിംഗ് പോയിന്റ് ഇൻ യുവർ ലൈഫ്? അത് നമുക്ക് ആരോട് വേണമെങ്കിലും ചോദിക്കാം അല്ലേ. ദെൻ ഹൂ ഈസ് യുവർ റോൾ മോഡൽ? ഡു യു എൻജോയ് ദിസ് കരിയർ? നിങ്ങൾക്ക് ഈ ഒരു കരിയർ ഇഷ്ടമാണോ? ക്യാൻ യു ടെൽ മീ എ ലിറ്റിൽ അബൌട്ട് യുവർ സെൽഫ്? വാട്ട് ഈസ് യുവർ ഗ്രേറ്റസ്റ്റ് പ്രൊഫഷണൽ അച്ചീവ്മെൻറ്റ്? ടെൽ മീ അബൌട്ട് എ ചാലഞ്ച് യു ഹാവ് ഫേസ്ഡ് അറ്റ് വർക്ക്. വർക്കിൽ നിങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു ചാലഞ്ച്. Can you tell us something about your childhood? What is your message to new generation? What is your next project? What inspired you to become? ഇപ്പോൾ ആർട്ടിസ്റ്റ് ആണെങ്കിൽ ആർട്ടിസ്റ്റ്, റൈറ്റർ ആണെങ്കിൽ റൈറ്റർ എന്നുള്ളത് ചേർക്കുക. ഈ ഒരു പോയിന്റ്സ് എന്ന് പറയുമ്പോൾ ഒരുവിധം എല്ലാ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിലും നമുക്ക് ആഡ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി പഠിച്ചിട്ട് പോകുക. അപ്പോൾ ആരുടെ ചോദിച്ചാലും നമുക്കിത് എഴുതാം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ഒരു ഇൻ്റർവ്യൂവിൻ്റെ. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന് പറയുന്ന ആ ഒരു മൂവിയിലൂടെ സുരാജ് വെഞ്ഞാറമൂടിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരുന്നു ബെസ്റ്റ് ആക്ടറിനുള്ളത്. അപ്പോൾ അദ്ദേഹത്തോട് ഒരു 6 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക. ആദ്യം തന്നെ ഒരു ഗ്രീറ്റിംഗ്സോട് കൂടി സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് മോർണിംഗ് സർ, ഐ നോ ദാറ്റ് യു ആർ വൺ ഓഫ് ദ മോസ്റ്റ് സോട്ട് ആഫ്റ്റർ ആക്ടേഴ്സ് ഇൻ കേരള. ഹൗ ആൻഡ് വെൻ ഡിഡ് യു കം ടു ദ സ്ക്രീൻ? സിനിമാ മേഖലയിലേക്ക് എങ്ങനെയാണ് വന്നത്? Your character in the film Android Kunjappan is an ever appealing one to Keralites. How do you evaluate your performance? അതായത് ആ ഒരു ഫിലിമിൽ നിങ്ങളുടെ പെർഫോമൻസിനെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? ക്യാരക്ടർ എന്ന് പറയുന്നത് ഹ്യൂമറസും ആണ്, എന്നാൽ സീരിയസും ആണ് അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ ജീവിതവും. അപ്പോൾ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം അഭിനയിക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിരുന്നോ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. ദെൻ നമുക്ക് വേറൊരു മോഡൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ സെറാങ് ഓഫ് റാണാഗഞ്ചിയിലെ ഹസൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് റോളായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അപ്പോൾ ഒരു ന്യൂസ് റിപ്പോർട്ടർ ഹസനെ ഇൻ്റർവ്യൂ ചെയ്യാണ്. അപ്പോൾ അവർ തമ്മിലുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ചോദിക്കാമല്ലോ. അപ്പോൾ അതൊന്നും നമുക്ക് നോക്കാം. അപ്പോൾ റിപ്പോർട്ടർ ചോദിക്കുകയാണ്, വാട്ട് വാസ് യുവർ ഫീലിംഗ് വെൻ യു ന്യൂ ദാറ്റ് ദർ വാസ് എൻ ഔട്ട് ബ്രേക്ക് ഓഫ് സ്മോൾ പോക്സ്? സ്മോൾ പോക്സ് ഈ ഒരു ഷിപ്പിൽ വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? അപ്പോൾ ഹസൻ പറയാണ്, ഐ വാസ് റിയലി വറീഡ്. ഞാൻ ഒരുപാട് വറീഡ് ആയിരുന്നു. അവിടെ ഒരുപാട് പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ. തൗസൻഡ്സ് ഓഫ് പാസഞ്ചേഴ്സും ഹൺഡ്രഡ്സ് ഓഫ് ക്രൂ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 8 ദിവസം വേണം അടുത്തൊരു പോർട്ടിലേക്ക് എത്താൻ വേണ്ടി. സോ ഞാൻ വറീഡ് ആയിരുന്നു. ഇതൊക്കെ നമുക്ക് ആ സ്റ്റോറി അറിഞ്ഞാൽ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് വാസ് യുവർ ഫീലിംഗ് വെൻ ക്യാപ്റ്റൻ ആസ്ക്ഡ് യു ടു അസിസ്റ്റ് ക്രോണിൻ? AJ ക്രോണിനെ അസിസ്റ്റ് ചെയ്യാൻ ക്യാപ്റ്റൻ പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് എന്തായിരുന്നു? ക്യാൻ യു ഗിവ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ഹൗ കുഡ് കൺട്രോൾ? എങ്ങനെയാണ് നമുക്ക് സ്മോൾ പോക്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക? അതിനെ പറ്റിയിട്ടൊന്ന് വിവരിക്കാമോ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ഫേമസ് പേഴ്സണെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാൻസ് കിട്ടി. സോ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിക്കാവുന്നേ ഉള്ളൂ. ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. വുഡ് യു മൈൻഡ് സ്പെൻഡിങ് സം ടൈം വിത്ത് മീ? അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആക്കി നമുക്ക് എഴുതിയാലോ. യെസ് ഓഫ് കോഴ്സ്, യെസ് ഓഫ് കോഴ്സ് എന്നൊക്കെ പറഞ്ഞൊരു ആൻസർ കൊടുത്താൽ നമുക്ക് അവിടെ 2 സെൻറ്റൻസ് കിട്ടി അല്ലേ. വാട്ട് പ്രോംപ്റ്റഡ് യു ടു സെലക്ട് ദിസ് ഫീൽഡ്? ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ കാരണം എന്താണ്? ഹു ഈസ് യുവർ റോൾ മോഡൽ?
നിങ്ങൾ ഇതുവരെ ഫേസ് ചെയ്ത ഡിഫിക്കൽട്ടീസ് ആൻഡ് ഫെയിലിയേഴ്സ് എന്താണ്, ഇതിനെ എങ്ങനെ ഫെയിലിയേഴ്സിനെ ഓവർകം ചെയ്തു, ഇതുവരെ ഏതൊക്കെ അവാർഡ്സ് നിങ്ങൾ വിൻ ചെയ്തിട്ടുണ്ട്, ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്, പ്രസൻറ്റ് ജനറേഷന് എന്തൊക്കെ അഡ്വൈസസ് ആണ് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്, ദെൻ ഈ ഒരു ഫെയിലിയേഴ്സും ക്രൈസിസും ഒക്കെ നിങ്ങൾ എങ്ങനെ ഓവർകം ചെയ്തു, നിങ്ങളുടെ ഗ്രേറ്റസ്റ്റ് പ്രൊഫഷണൽ അച്ചീവ്മെൻറ്റ് ഏതാണ്, ഇതൊക്കെ നമുക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ദെൻ മറ്റൊരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് നോട്ടീസ് എന്ന് പറയുന്നത്. നോട്ടീസിന് കൃത്യമായിട്ടുള്ള ഫോമാറ്റ് ഉണ്ട്, അത് നിങ്ങൾ കീപ്പപ്പ് ചെയ്യുകയാണെങ്കിൽ നോട്ടീസിൻ്റെയും 5 മാർക്ക് നമുക്ക് സുഖമായിട്ട് ഇവിടെ വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നോട്ടീസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം തന്നെ നോട്ടീസ് എന്നൊരു ഹെഡിങ് മസ്റ്റായിട്ടും വേണം. അതിനുശേഷം എന്തിനാണ് നോട്ടീസ് എഴുതുന്നത്, ഇപ്പോൾ ഒരു സ്കൂളിൽ നിന്നാണ് നോട്ടീസ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ സ്കൂളിൻ്റെ പേര്, ഓർഗനൈസേഷനാണെങ്കിൽ ഓർഗനൈസേഷൻ്റെ പേര് നമ്മൾ കൊടുക്കണം. നമുക്ക് അതിനൊരു ഫോമാറ്റ് നോക്കി പോകാം. ഇവിടെ കാണിച്ചേക്കുന്നുണ്ടോ, ടാഗോർ പബ്ലിക് സ്കൂൾ എറണാകുളം എന്ന് പറഞ്ഞിട്ട് സ്കൂളിൻ്റെ പേര് കൊടുത്തു. ദെൻ നോട്ടീസ്, അത് കഴിഞ്ഞിട്ട് ഡേറ്റ് കൊടുക്കുക. ദെൻ ആ സബ്ജക്റ്റ് ഒന്നൊരു ഹെഡിങ് പോലെ സബ് ഹെഡിങ് പോലെ കൊടുക്കുക, ആനുവൽ സ്പോർട്സ് ഡേനെ പറ്റിയിട്ടാണ്. എന്നിട്ട് ഇതേപോലെ ദിസ് ഈസ് ടു ഇൻഫോം ദാറ്റ് ആനുവൽ സ്പോർട്സ് ഡേ ഈസ് ഗോയിങ് ടു ബി ഹെൽഡ് ഓൺ ഓഗസ്റ്റ് 20, 2021 ഇൻ ദ സ്കൂൾ പ്രിമൈസസ്. കോമ്പറ്റീഷൻ 3 കാറ്റഗറിയിലായിരിക്കും. ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ തരും കേട്ടോ, ഈ ഡീറ്റെയിൽസെല്ലാം നമുക്ക് തരും. എല്ലാ കാര്യങ്ങളും തന്നിട്ട് എനി ഡിലേ ഓർ റോങ് ഇൻഫർമേഷൻ വിൽ ലീഡ് ടു ഡിസ്ക്വാളിഫിക്കേഷൻ അങ്ങനെ എഴുതാണ്ട് ഓൾ ആർ വെൽക്കം എന്നും കൂടി നമുക്കിവിടെ കൂട്ടിച്ചേർക്കാം. ഓക്കെ, ഓൾ ആർ വെൽക്കം എന്നും കൂടി കൂട്ടിച്ചേർത്തിട്ട് സൈൻ സെക്രട്ടറി ആണ്. ഇപ്പോൾ ആരാണ് എഴുതുന്നതെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോയിൻറ്റ് സെക്രട്ടറി അങ്ങനെ ആ ഒരു ഇത് കൊടുക്കുക, ദെൻ ലാസ്റ്റ് പേരും കൂടി കൊടുക്കുക. ഇങ്ങനെയാണ് ഒരു നോട്ടീസ് എഴുതേണ്ടത്. നമുക്കൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ദി സെറാങ് ഓഫ് റാണാഗഞ്ചിയിലെ ഹസൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ടല്ലോ, അപ്പോൾ അദ്ദേഹത്തിന് ആദരിക്കാൻ വേണ്ടിയിട്ട് ക്യാപ്റ്റൻ തയ്യാറാകാണ്. അപ്പോൾ ആ ഒരു ആദരിക്കുന്ന ചടങ്ങിലേക്ക് എല്ലാവരും ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നോട്ടീസാണ് നെക്സ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് നോക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക, ആ ഒരു നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ട് ചാപ്റ്ററിൽ ഉണ്ടെങ്കിൽ ചാപ്റ്ററിലുള്ള അതേ പേരുകൾ കൊടുക്കുക. ഈസ്റ്റേൺ കമ്പനി ലണ്ടൻ, നോട്ടീസ് എന്ന ഹെഡിങ് കൊടുക്കുന്നു, ഡേറ്റ് കൊടുക്കുന്നു, എന്താണ് സബ്ജക്റ്റ്, ഒരു സ്പെഷ്യൽ മീറ്റിംഗ് അല്ലെങ്കിൽ ടു ഹോണർ ഹസൻ എന്നുള്ള രീതിയിൽ കൊടുക്കുക. ആൻഡ് ദിസ് ഈസ് ടു ഇൻവൈറ്റ് ദാറ്റ് ഓൾ ദ ക്രൂ ആൻഡ് പാസഞ്ചേഴ്സ് ഓഫ് റാണാഗഞ്ചി ടു അറ്റൻഡ് എ സ്പെഷ്യൽ മീറ്റിംഗ്. മീറ്റിംഗ് എവിടെയായിരിക്കും, വിൽ ബി ഹെൽഡ് ഇൻ ദ റിക്രിയേഷൻ റൂം എപ്പോൾ, ഓൺ August 6, 2021 at 6:30 PM. ഇതിന് എന്താണ്, ദിസ് ഈസ് എ സ്പെഷ്യൽ മീറ്റിംഗ് ടു ഹോണർ ഹസൻ ഫോർ ഹിസ് സെൽഫ്ലെസ് സർവീസ് ആൻഡ് ഡിവോഷൻ. ഓൾ ആർ റിക്വസ്റ്റഡ് ടു അറ്റൻഡ് ദ സെയിം SD. എന്നിട്ട് വേണമെങ്കിൽ ആ ക്യാപ്റ്റൻ്റെ പേര് കൂടി കൊടുത്തേക്കാം. ഓക്കെ, ഇങ്ങനെ വേണം ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കൃത്യമായിട്ട് ഇതേപോലെ ഒരു ബോക്സ് കൂടി വരയ്ക്കണം കേട്ടോ, അങ്ങനെയാണെങ്കിൽ 5 മാർക്ക് നമുക്ക് ഉറപ്പാണ്. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, 8 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ, ജോബ് ആപ്ലിക്കേഷൻ വിത്ത് റെസ്യൂമേ. നമ്മളെന്തായാലും പഠിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. സോ ഇതെന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ഫോമാറ്റ് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. ആദ്യം തന്നെ ഫ്രം അഡ്രസ്സ് വയ്ക്കാം, അത് കഴിഞ്ഞിട്ട് ടു അഡ്രസ്സ് വേണം. ദെൻ അവിടെ ആ ഒരു സല്യൂട്ടേഷൻ, റെസ്പെക്റ്റഡ് മാം അല്ലെങ്കിൽ സർ കണ്ട ആ ഒരു സബ്ജക്റ്റ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പാരഗ്രാഫ് ഷുഡ് ടെൽ ദ പർപ്പസ് ഓഫ് ആപ്ലിക്കേഷൻ ആൻഡ് ഷുഡ് റെഫർ ന്യൂസ് പേപ്പർ ഇൻ വിച്ച് അഡ്വർടൈസ്മെൻറ്റ്. അതായത് ന്യൂസ് പേപ്പറിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടാണ് നമ്മളൊരു ജോബിന് അപ്ലൈ ചെയ്യുക. സോ ആദ്യത്തെ പാരഗ്രാഫിൽ ഇത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, ഏത് ഡേറ്റിൽ ഏത് ന്യൂസ് പേപ്പറിൽ കണ്ട അഡ്വർടൈസ്മെൻറ്റുമായി ബന്ധപ്പെട്ടാന്നുള്ള കാര്യം വേണം ആദ്യത്തെ പാരഗ്രാഫിൽ. രണ്ടാമത്തെ പാരഗ്രാഫിൽ നമ്മൾ എഴുതേണ്ടത് വാട്ട് ദ എംപ്ലോയർ വാണ്ട്സ് ടു നോ. അതായത് എംപ്ലോയർക്ക് എന്താ അറിയേണ്ടത്, നമ്മുടെ ക്വാളിഫിക്കേഷൻസ് അറിയണം, നെസസറി ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ വേണം നമ്മൾ രണ്ടാമത്തെ പാരഗ്രാഫിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തെ പാരഗ്രാഫിലേക്ക് വരുമ്പോൾ ഈ ഒരു ജോബ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണ്, നിങ്ങൾ ഫിറ്റാണ്, നിങ്ങൾക്കിത് പറ്റും എന്നുള്ള രീതിയിൽ, എനിക്ക് മൾട്ടി ടാസ്കിങ് കഴിവുണ്ട്, ഞാൻ അത് ചെയ്യാറുണ്ട് ഇത് ചെയ്യാറുണ്ട്, എല്ലാം വെൽ മാനേജ് ചെയ്യാൻ പറ്റും, ഈവൻസും പ്രോഗ്രാംസ് എല്ലാം സ്കൂളിലും കോളേജും എല്ലാം ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു ജോബിന് നമ്മൾ ഫിറ്റ് ആണെന്ന് കാണിക്കുന്ന രീതിയിൽ, നമ്മളെ തന്നെ കുറച്ച് പൊക്കി പറയുന്ന രീതിയിലൊക്കെ, എന്നാൽ ഓവറാക്കുകയും ചെയ്യരുത്, ആ ഒരു രീതിയിൽ വേണം മൂന്നാമത്തെ പാരഗ്രാഫിൽ എഴുതാൻ വേണ്ടിയിട്ട്. ലെറ്റർ മാക്സിമം 1 പേജ് കവിഞ്ഞു പോകരുത്. ആ ഒരു ഫോമാറ്റ്, ആ ഒരു പേജിൻ്റെ ഉള്ളിൽ തന്നെ ആ ഒരു ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ നിൽക്കാം. അതിനുശേഷം എന്താണ്, സിഗ്നേച്ചർ, യോസ് ട്രൂലി, യോസ് സിൻസിയർലി എന്ന് പറഞ്ഞിട്ട് നമ്മളതൊന്ന് ക്ലോസ് ചെയ്യാം. ഡേറ്റ് എപ്പോഴും ആ അഡ്രസ്സിൻ്റെ ഇടയ്ക്ക് എഴുതുന്നതാണ് നല്ലത്. അതായത് ഫ്രമ്മിൻ്റെയും ടൂവിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഡേറ്റ് എഴുതുന്നതാണ് എപ്പോഴും നല്ലത്, ലെറ്ററിലാണെങ്കിലും ജോബ് ആപ്ലിക്കേഷൻ ലെറ്ററിലൊക്കെ. ഓക്കെ, നമുക്കതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ പിന്നെ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, പേജ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേജിൻ്റെ 3/4 ഭാഗത്തു നിന്നൊക്കെ ഈ ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ എഴുതി തുടങ്ങൽ. അങ്ങനെ ചെയ്യരുത്. ഓക്കെ, നമുക്ക് ഇഷ്ടംപോലെ പേജ് സ്കൂളിൽ നിന്ന് കിട്ടുമല്ലോ, സോ അങ്ങനെ ചെയ്യുക. അതൊരു ഫ്രഷ് ആയിട്ടുള്ള പേജിൽ ബിഗിനിങ്ങിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരൊറ്റ പേജിൽ തന്നെ ആ ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ
തീർക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പേജിലേക്ക് ആക്കി റെസ്യൂം ചെയ്യുക. അപ്പോൾ 2 പേജിലേക്ക് ആക്കുമ്പോൾ നമുക്ക് അവിടെ 8 മാർക്ക് ഷുവറായി. ഓക്കെ, അപ്പോൾ നമുക്കൊരു സാമ്പിൾ നോക്കാം. ഒരു ജോബ് ആപ്ലിക്കേഷൻ ലെറ്ററിൻ്റെ ഇതെന്ന് പറയുന്നത് ഷഹീൻ മിശ്രയുടെ ഇനീഷ്യേറ്റീവ് ഉണ്ടല്ലോ, ടീച്ച് ഫോർ ഇന്ത്യ. അപ്പോൾ അതിലേക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ തയ്യാറായിട്ടുള്ള ടീച്ചേഴ്സിനെ അന്വേഷിക്കുന്നുണ്ട്. ആ ഒരു വേക്കൻസി ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ എഴുതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഫ്രം അഡ്രസ്സ് വെച്ചു. ദെൻ ഡേറ്റ് കൊടുത്തു, ടു മിസ് ഷഹീൻ മിശ്രി, ടീച്ച് ഫോർ ഇന്ത്യ, മുംബൈ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിയർ സർ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് വയ്ക്കുക, ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ടീച്ചർ. ആദ്യത്തെ പാരഗ്രാഫ് ശ്രദ്ധിച്ചോട്ടോ, ഇങ്ങനെ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. വിത്ത് റെഫറൻസ് ടു അഡ്വർടൈസ്മെൻറ്റ് ഇൻ ദ ഹിന്ദു ന്യൂസ് പേപ്പറിൽ നിങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടു. എന്നത്തെ 23/7/2021 നിങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഐ വുഡ് ലൈക്ക് ടു അപ്ലൈ ഫോർ ദ പോസ്റ്റ് ഓഫ് ടീച്ചിങ് ഫാക്കൽറ്റി ഇൻ യുവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. നിങ്ങളുടെ സ്ഥാപനത്തിലെ ടീച്ചിങ് ഫാക്കൽറ്റിയിലുള്ള ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. ഇങ്ങനെ വേണം, നമ്മൾ ഏത് ജോബാണോ അതനുസരിച്ചിട്ട് എഴുതാം. ഫസ്റ്റ് പാരഗ്രാഫ് ഇങ്ങനെയാണ് എഴുതാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. രണ്ടാമത്തേലാണ് നമ്മൾ നമ്മുടെ ക്വാളിഫിക്കേഷൻസ് കാണിക്കേണ്ടത്. ടീച്ചിങ്ങിനുള്ള പാഷൻ എനിക്കുണ്ട്, സോഷ്യൽ സർവീസ് ചെയ്യാൻ ഞാൻ ഇൻട്രസ്റ്റഡ് ആണ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഇത്രയും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോലി ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണ്, അതിലൊരുപാട് സന്തോഷമുണ്ട്. അതായത് എൻ്റെ ക്വാളിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ്, MA ഇൻ ഇംഗ്ലീഷ്, കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA ഉണ്ട്. അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ടീച്ചിങ് ഫ്രം CFL. അതുപോലെ തന്നെ PG ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. ആൻഡ് മോർ ഓവർ 5 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. ഇത്രയും പോരാ, കുറച്ചുകൂടി വേണം കേട്ടോ. അതായത് ഇത് 2 പാരഗ്രാഫിൽ ഓക്കെ. അത് കഴിഞ്ഞ് 3ാമത്തെ പാരഗ്രാഫിൽ ഈ പറഞ്ഞ പോലെ സോഷ്യൽ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാണ്, മൾട്ടി ടാസ്ക് എനിക്ക് ഇഷ്ടമാണ്, കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഒരു പാഷനാണ്, അങ്ങനെയുള്ള രീതിയിൽ ഒരുപാട് സന്തോഷത്തോടു കൂടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു 3 പാരഗ്രാഫ് ആക്കി എഴുതാം. അതിനുശേഷം എന്താ, ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യണം. അതായത് ഐ ഹാവ് എൻക്ലോസ്ഡ് മൈ റെസ്യൂമി ഫോർ യുവർ ഫർദർ കൺസിഡറേഷൻ. റെസ്യൂമി ആയിട്ട് നമ്മൾ അടുത്ത പേജിൽ എഴുതും. അപ്പോൾ റെസ്യൂമി ഞാൻ ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. സർ, ഐ അഷ്വർ യു ഇഫ് സെലക്റ്റഡ് ഐ വിൽ ഡു മൈ ബെസ്റ്റ്. ഇതും കൂടി ചേർക്കണേ. അതായത് എന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ഞാൻ വർക്ക് ചെയ്യും എന്നുള്ള രീതിയിൽ ഒരു ഉറപ്പ് കൂടി കൊടുത്തിട്ട് വേണം നമ്മൾ യുവർ സിൻസിയർലി എന്ന് പറഞ്ഞിട്ട് സിഗ്നേച്ചർ ഇടാൻ വേണ്ടിയിട്ട്. അതോടുകൂടി തീർന്നില്ല, അത് നമ്മൾ ഒരു പേജിൽ ഒതുക്കുക. അത് ഈ പറഞ്ഞതുപോലെ നമ്മൾ ബോക്സ് വരയ്ക്കണേ. then അടുത്ത പേജിൽ ബോക്സ് വരച്ചുകൊണ്ട് റെസ്യൂമി എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുക്കുക, നെയിം ആൻഡ് അഡ്രസ്സ് കൊടുക്കുക, ഇമെയിൽ ID, ഫോൺ നമ്പർ, ഒബ്ജക്റ്റീവ് എന്തിനാ, ടു നർച്ചർ ദ ടാലൻറ്റ് ആൻഡ് കോഗ്നിഷൻ ഓഫ് ഈച്ച് സ്റ്റുഡൻറ്റ്. കുറച്ച് നല്ല രീതിയിൽ ബിൽഡപ്പ് ചെയ്ത് എഴുതുക. ചുമ്മാ ഒരു ടീച്ചിങ് പൊസിഷന് വേണ്ടി എന്ന് എഴുതാതെ ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി എന്നുള്ള രീതിയിൽ നല്ലൊരു സെൻറ്റൻസ് എഴുതാം. ദെൻ നമ്മുടെ എഡ്യൂക്കേഷൻ കൊടുക്കണം, അത് നമ്മുടെ ക്വാളിഫിക്കേഷൻ എഴുതുമ്പോൾ അത് എഴുതേണ്ട ഓർഡർ എന്ന് പറയുന്നത് ലാസ്റ്റ് ഏതായിരുന്നു അത് ഫസ്റ്റ് എഴുതാം. ഇപ്പോൾ PG കഴിഞ്ഞതാണെങ്കിൽ ആദ്യം തന്നെ PG, അതിന് മുന്നേ ഏതായിരുന്നു MA ഉണ്ട്, BA ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ +2, ദെൻ SSLC, ആ ഒരു രീതിയിലേക്ക് പോകാം. ഏറ്റവും ലാസ്റ്റ് SSLC വരണം. ഏറ്റവും ആദ്യം നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഏതാണോ പഠിച്ചു തീർത്തേക്കുന്നത് അത് വേണം എഴുതാൻ വേണ്ടിയിട്ട്. ദെൻ എക്സ്പീരിയൻസ് കൊടുക്കുക. ചുമ്മാ ഓരോ വർഷവും കൊടുത്തിട്ട് ഇന്ന സ്കൂളിൽ ഇത്ര വർഷം പഠിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് എക്സ്പീരിയൻസ് കൊടുക്കുക. ദെൻ ആക്ടിവിറ്റീസ്, നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് അത് എന്തെങ്കിലുമൊക്കെ ബിൽഡപ്പ് ചെയ്ത് എഴുതുക. അച്ചീവ്മെൻറ്റ്സ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സ്കില്ല്, ദെൻ ലാംഗ്വേജസ്, ഇൻട്രസ്റ്റ്, ഹോബീസ്, ഇതൊക്കെ ചേർത്തിട്ട് ഒരു റെസ്യൂമി എഴുതാം. ഇത്രയും പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ 8 മാർക്ക് തരാതിരിക്കാൻ ടീച്ചർക്ക് പറ്റില്ല. കാരണം നമ്മൾ ഫോർമാറ്റ് കംപ്ലീറ്റ് പക്കയായിട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ മാർക്ക് കിട്ടിയിരിക്കും. പിന്നെ ഇതൊക്കെ ഒരുവിധം നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ ക്വസ്റ്റ്യനിലും ഉണ്ടാകും. പിന്നെ ഈ സ്കില്ലും ഈ പറയുന്ന എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ബിൽഡപ്പ് ചെയ്ത് എഴുതാവുന്നേ ഉള്ളൂ. ഇന്ന സ്ഥാപനത്തിൽ 5 വർഷം പഠിപ്പിച്ചു, ഈ വർഷം പഠിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചുമ്മാ എഴുതാവുന്നേ ഉള്ളൂ. സോ ഈ 8 മാർക്ക് ആരും കളയരുത്. എന്തായാലും ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ വിത്ത് റെസ്യൂമി വന്നാൽ അത് അറ്റൻഡ് ചെയ്യുക. ദെൻ മിസ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ആൻസർ ചെയ്യാം. ദെൻ അതിന് ഏറ്റവും ലാസ്റ്റ് നമ്മളൊരു ഡിക്ലറേഷൻ കൂടി വയ്ക്കണം. നമ്മൾ റെസ്യൂമി വയ്ക്കുമ്പോൾ അതായത് ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഓൾ ദി അബോവ് ഗിവൺ ഇൻഫർമേഷൻ ആർ ട്രൂ ആൻഡ് കറക്റ്റ് ടു ദ ബെസ്റ്റ് ഓഫ് മൈ നോളജ്. അതായത് ഏറ്റവും ഞാൻ അവിടെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻസ് എല്ലാം കറക്റ്റാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഫൗണ്ട് അതർവൈസ് ഐ അലോൺ ഷാൽ ബി റെസ്പോൺസിബിൾ. ഇനി അതല്ല എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നടപടി ഞാൻ റെസ്പോൺസിബിൾ ആണ്, എൻ്റെ മേൽ നടപടി എടുക്കാവുന്നതാണ്. താങ്കിങ് യു സിഗ്നേച്ചർ. ഇത്രയും വെച്ചിട്ട് വേണം ആ റെസ്യൂമിയുടെ താഴെ ഡിക്ലറേഷൻ ഒരു ഹെഡിങ് കൊടുത്ത് ഡിക്ലറേഷനും കൂടി നിങ്ങൾ ആഡ് ചെയ്യാം. ഇത്ര എഴുതിയാൽ നിങ്ങളുടെ 8 മാർക്ക് ആർക്കും കളയാൻ പറ്റില്ല. ഓക്കെ,
പിന്നെ മറ്റൊരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ തന്നെയാണ് 4 മാർക്കിൻ്റെ ടെലിഫോണിക് കോൺവെർസേഷൻ. അത് ആരോടും ആകാം. സോ ടെലിഫോണിക് കോൺവെർസേഷനിൽ ഹലോ കേൾക്കുന്നുണ്ടോ, കേൾക്കുന്നില്ല, കേൾക്കാമോ, കേൾക്കുന്നില്ല, അപ്പോൾ ശരിയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ നമ്മൾ കുറേ ട്രോളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും അങ്ങനെ എഴുതി വയ്ക്കരുത്. 4 മാർക്ക് നമുക്ക് സിമ്പിളായിട്ട് കിട്ടുന്നതല്ലേ. സോ ഒന്ന് ചിന്തിച്ചിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഇവിടെ AJ ക്രോണിനും അതുപോലെ തന്നെ ഹസനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ വരുന്നുണ്ട്. ക്രോണിൻ പറയുന്നു, ഹലോ ഹസൻ, ഇറ്റ്സ് മീ ഡോക്ടർ ക്രോണിൻ. നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ ഹസൻ പറയാണ്, ഹലോ സർ, ഇറ്റ്സ് സോ നൈസ് ടു ഹിയർ ഫ്രം യു അഗെയിൻ. നിങ്ങളുടെ അടുത്തുനിന്ന് കോൾ വന്നതിൽ ഒരുപാട് സന്തോഷം. എന്തെങ്കിലും അർജൻറ്റായിട്ടുണ്ടോ? അപ്പോൾ പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് അർജൻറ്റായിട്ടൊന്നുമില്ല, നിങ്ങളോട് കുറച്ച് നേരം സംസാരിക്കണമെന്ന് തോന്നി. ഓക്കെ, ഞാനും സാറിനെ പറ്റിയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ വർക്കിൽ ബിസി ആയതുകൊണ്ട് വിളിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ഇപ്പം ഞാൻ ഫ്രീ ആണ്, നമുക്ക് സംസാരിക്കാം. കണ്ടോ, പ്രത്യേകിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല, ചെറിയൊരു വിശേഷങ്ങൾ പറഞ്ഞേ ഉള്ളൂ. സോ അവിടെ 4 സെൻറ്റൻസസ് നമ്മൾ എഴുതി, നമുക്കവിടെ 2 മാർക്ക് ഉറപ്പായി. ബാക്കിയുള്ള കാര്യങ്ങൾ ഇതേപോലെ കൃത്യമായിട്ട് ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് വന്ന് നമ്മൾ കാര്യങ്ങൾ ചോദിച്ചു പറഞ്ഞാൽ ആ ബാക്കി 2 മാർക്കും നമുക്ക് കിട്ടും. വേറെ ഒരെണ്ണം നോക്കിയേ, മാഗിയും ഗുപ്തയും തമ്മിലുള്ള ടെലിഫോണിക് കോൺവെർസേഷൻ. അപ്പോൾ തന്നെ മാഗി വിളിക്കുന്നു, ഹലോ ദിസ് ഇസ് മാഗി ഫ്രം ഇംഗ്ലണ്ട്. പരിചയപ്പെടുത്താണ്, ഞാൻ മാഗിയാണ്, മേ സ്പീക്ക് ടു ഗുപ്ത. അപ്പോൾ ഗുപ്ത പറയാണ്, ഹായ് മാഗി, ഞാനാണ്, ഒരുപാട് സന്തോഷം, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. എന്നിട്ട് പറഞ്ഞിട്ട് എന്താണ്, നിങ്ങളുടെ ലെറ്റർ ഞാൻ ഇന്നലെ കിട്ടി, ഒരുപാട് സന്തോഷം നിങ്ങൾ ലെറ്റർ എഴുതിയതിൽ. അപ്പോൾ ഓൾസോ അമ്മയും പറഞ്ഞു നിങ്ങളോടുള്ള നന്ദി അറിയിക്കാൻ വേണ്ടിയിട്ട് അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ബിൽഡപ്പ് എഴുതിയത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ സുഖമാണോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ തുടങ്ങിയെന്ന് വിചാരിച്ചും കുഴപ്പമില്ല. നിങ്ങളവിടെ നേരത്തിന് എത്തിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നേരെ ആ ടോപ്പിക്കിലേക്ക് വരാം. ദെൻ ലാസ്റ്റ് നല്ല രീതിയിൽ തന്നെ അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. അതായത് ഓക്കെ മിസ്റ്റർ ഗുപ്ത, ലെറ്റ് മീ ഹാങ് അപ്പ് നൗ. ഇപ്പം ഞാൻ ഫോൺ കട്ട് ചെയ്യാണ്, നന്ദി അറിയിക്കാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല, താങ്ക് യു പറയാൻ മാത്രമേ എനിക്ക് തൽക്കാലത്തേക്ക് പറ്റുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഗുപ്ത ലവ് യു സിസ്റ്റർ, ലവ് യു സിസ്റ്റർ എന്ന് പറഞ്ഞ് ഗുപ്ത പറയുന്നു. അപ്പോൾ മാഗി ലവ് യു ഡിയർ ബ്രദർ എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിലൊരു കോൺവെർസേഷൻ അവസാനിപ്പിക്കുക. ഓക്കെ, ഇത്രയും ചെയ്ത് വെച്ചാൽ 4 അല്ലെങ്കിൽ 5 ഏത് മാർക്കിനാണോ ചോദിക്കുന്നത് നമുക്ക് ആ ഒരു മാർക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, ചുമ്മാ തമാശ എഴുതി വെച്ച് ആ മാർക്ക് കളയരുത് കേട്ടോ.